ഹായ്, എൻ്റെ പേര് ശിവ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കാനഡയിൽ വന്നതിന് ശേഷം എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത കുറച്ച് റേസിസ്റ്റ് ഇൻസിഡൻസ് ആണ്. സോ കഴിഞ്ഞ കൊല്ലം ഏകദേശം സമ്മർ ടൈമിൽ ഏപ്രിൽ മെയ് മാസം ആ സമയത്ത് ഞാനും എൻ്റെ അനിയനും ക്യൂബക് സിറ്റി പോയായിരുന്നു. സോ ക്യൂബക് സിറ്റി ഞാൻ നിൽക്കുന്ന മോൺട്രിയലിൽ നിന്ന് ഏകദേശം 5 to 6 hour റൈഡാണെന്ന് തോന്നുന്നു, ഏകദേശം അങ്ങനത്തെ അത്രയും തന്നെ. സോ അത് ഒരു ഫ്രഞ്ച് ഏരിയ ആണ്, ലൈക്ക് വെരി ഫ്രഞ്ച് ഏരിയ. കൂടുതലും വൈറ്റ്സാണ് അവിടെ ഉള്ളത്. സോ അവിടെ ഞങ്ങളൊരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറി. അപ്പോൾ ഫുഡ് കഴിക്കാൻ കയറി ഞാനും എൻ്റെ അനിയനും ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ ഇരുന്ന് കുറേ നേരം കഴിഞ്ഞിട്ടും ഒരാൾ പോലും ഞങ്ങളുടെ ടേബിൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു. പക്ഷേ ഞങ്ങൾക്ക് വന്നതിന് ശേഷമുള്ള ആൾക്കാർക്കൊക്കെ ടേബിൾ അവർ അറ്റൻഡ് ചെയ്യുന്നുമുണ്ട്. സോ അതായിരുന്നു ആദ്യത്തെ ഇൻസിഡൻറ്റ്. സോ അവർക്ക് വെയിറ്റർമാരുടെ മുഖത്ത് ഒരു പുച്ഛം പോലെ നമുക്ക് കാണുന്നുമുണ്ട്. സോ അതായിരുന്നു ആദ്യത്തെ ഇൻസിഡൻറ്റ്. പിന്നത്തെ ഒരു ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് മിഷിഗണിൽ വെച്ചിട്ടായിരുന്നു. മിഷിഗണിൽ ഹൂട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ചെറിയ ഒരു ഐസ്ക്രീം ഷോപ്പ് പോലത്തെ ഒരു കടയുണ്ട്, ചെറിയൊരു തട്ടുകട പോലത്തെ സെറ്റപ്പിൽ. സോ അതിൻ്റെ ഫ്രണ്ടിൽ എൻ്റെ കൂടെ ഒരു 7-8 പേരുണ്ടായിരുന്നു, മലയാളീസ്. ഞങ്ങൾ അവിടെ നിന്ന് ഐസ്ക്രീം കഴിക്കാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഇച്ചിരി പ്രായമായിട്ടുള്ള ഇച്ചിരി ഹൈറ്റൊക്കെ ഉള്ള ഒരു വെള്ളക്കാരനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടനെ നോക്കിയിട്ട് ഭയങ്കര പേടിപ്പിക്കലായിരുന്നു. എന്തിനാന്ന് അറിഞ്ഞോളൂ, ഒരു പ്രശ്നമില്ല, ഒന്നുമില്ല. പക്ഷേ മൂപ്പർക്ക് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചേട്ടനെ തല്ലണം, എന്തിനാണെന്നൊന്നും അറിഞ്ഞൂടാ, പക്ഷെ തല്ലണം. അതായിരുന്നു അവരുടെ അൾട്ടിമേറ്റ് മോട്ടീവ്, ഐ ഡോണ്ട് നോ. സോ അങ്ങനെ അതായിരുന്നു അവരുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഞങ്ങൾ മിഷിഗണിൽ എത്തിയപ്പോൾ ഉണ്ടായിരുന്നു. അതായിരുന്നു. പക്ഷേ മിഷിഗണിൽ ഞാൻ ഒരു തവണ ബസ്സിൽ ഇരിക്കുമ്പോൾ അവിടുത്തെ മോർമൻസ് ആണെന്ന് തോന്നുന്നു, അല്ല മോർമൻസ് അല്ല, ഭയങ്കര റിലീജിയസ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ഒരാൾ, ലൈക്ക് അവരുടെ മേത്ത് മൊത്തം കുരിശൊക്കെ വരയ്ക്കും, മുഖത്തൊക്കെ ടാറ്റു ചെയ്യും. സോ അങ്ങനത്തെ ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ബസ്സിൽ പോകുമ്പോൾ നിങ്ങളെ ആർക്കും ഞങ്ങൾക്ക് നിങ്ങൾ പോകണമെന്ന് ഒരു ആഗ്രഹമില്ല, ഞങ്ങൾ നിങ്ങളുടെ സപ്പോർട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് സംസാരിക്കാൻ വന്നു. സോ ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ മിഷിഗണിലല്ല, ഞാൻ കാനഡയിലാണ് പഠിക്കുന്നത്, സോ നിങ്ങളെ പറയണ്ടെന്ന് പറഞ്ഞു. സോ അതായിരുന്നു വേറൊരു ഇൻസിഡൻറ്റ്. പക്ഷേ അത് നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. അതായിരുന്നു വേറൊരു ഇൻസിഡൻറ്റ്. പിന്നെ അതേപോലെ ഇവിടെ മോൺട്രിയലിൽ ഒരു ഇന്ത്യൻ ഗ്രോസറി സ്റ്റോർ ഉണ്ട്, ശ്രീലങ്കൻ ഗ്രോസറി സ്റ്റോർ. ഞാൻ എൻ്റെ ഷോർട്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. സോ അവിടെ വെച്ചിട്ട് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. അതൊരു കുറച്ച് ശ്രീലങ്കൻ തമിഴർസാണെന്ന് തോന്നുന്നു, അവരാണത് നടത്തുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു ആൾ, ഒരു വെള്ളക്കാരി, പ്രായമായിട്ടുള്ളൊരു വെള്ളക്കാരി, പ്രായം മീൻസ് ഒരു 40-50 വയസ്സുള്ളൊരു വെള്ളക്കാരി എന്ത് ചെയ്തു, ഈ കടയിലെ ഓണർ കാണാണ്ട് സാധനങ്ങൾ അടിച്ചു മാറ്റി ബാഗിൽ വെച്ചു. ഓണർ ഒരു തമിഴനാണ്. സോ അത് ഓണർ വന്നിട്ട് കൈയോടെ പൊക്കി. അപ്പോൾ ഈ വെള്ളക്കാരിക്ക് ആകെ ദേഷ്യം പിടിച്ചു, ലൈക്ക് അവരെ നാണം കിട്ടുമായല്ലോ. അപ്പോൾ അവർ പറയാൻ തുടങ്ങി, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യക്കാർ എപ്പോഴും ഇങ്ങനെയാണ്, വല്ലവറ്റും പേസിൽ നോക്കലാണ് അവരുടെ മെയിൻ പരിപാടി. അവരെ കൈയോടെ പിടിച്ചതിന് അവർ പറയുന്നു. സോ അത് ഫണ്ണി ആയിരുന്നു. പക്ഷേ അവരെന്നിട്ട് അവിടെ നിന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. അന്ന് ലൈക്ക് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പ്രശ്നം ഉണ്ടാക്കി. എന്നിട്ട് അവിടെ നിന്ന് പക്ഷേ നമ്മളെ ഈ കടയുടെ ഓണർ പക്ഷേ പെട്ടെന്ന് ചൂടായി. എന്നിട്ട് അവരോട് ഇറങ്ങി പോകാൻ പറഞ്ഞു കടയിൽ നിന്ന്, പിന്നെ ഇനി അങ്ങോട്ടേക്ക് വരരുതെന്നും പറഞ്ഞു. സോ അതായിരുന്നു വേറൊരു ഇൻസിഡൻറ്റ്. ഈ പിന്നത്തെ ഒരു ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് എൻ്റെ ബ്രദറിനായിരുന്നു. സോ ബ്രദർ ഒരു സഡ്ബറയിൽ ഒരു ടാക്സി ഓടിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രായമായ ഒരു വെള്ളക്കാരി പറയാണ്, അല്ലെങ്കിൽ ഇന്ത്യക്കാർ മൊത്തം റേപ്പിസ്റ്റാണ്, അല്ലെങ്കിൽ ഇന്ത്യക്കാർ അങ്ങനെയാണ് ഇങ്ങനെയാണ്, മോശം ആൾക്കാരാണ്, ഇതാണ്. ഒരു പ്രായമായ സ്ത്രീയാണ്. അപ്പോൾ അനിയനാകെ ദേഷ്യം വന്നു. സോ ഓൾറെഡി ഇത് വെബ് ക്യാമിൽ റെക്കോർഡാണ്, ലൈക്ക് ടാക്സിൻ്റെ ഉള്ളിൽ തന്നെ വെബ് ക്യാമിൽ ഇത് റെക്കോർഡാണ്. അതുകൊണ്ട് നമുക്ക് തെളിവുണ്ട് ഇവർ വന്ന് നമ്മൾ ഹറാസ് ചെയ്യണം, ഈ സ്ത്രീ ഹറാസ് ചെയ്യണം. സോ റെക്കോർഡ് ആയതുകൊണ്ട് അവന് വലിയ പ്രശ്നം ഉണ്ടായില്ല. എന്നിട്ട് ഇവൻ ഇത് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് പറഞ്ഞു, യു ഹാവ് ടു ലീവ് ബിക്കോസ് ഐ ഫീൽ അൺസേഫ് ഹിയർ വൈൽ ടേക്കിംഗ് യു ദ റൈഡ്. സോ അങ്ങനത്തെ ഒരു ഇൻസിഡൻ്റ് ആയതുകൊണ്ട് അനിയൻ എന്ത് ചെയ്തു, അവരെ അപ്പം തന്നെ ഏതോ ഒരു സ്ഥലത്ത് കൊണ്ട് ഇറക്കി വിട്ടു. സോ എന്നിട്ട് പക്ഷേ അവന് വേറൊരു പ്രശ്നം ഉണ്ടായി. അവന് ഒരാഴ്ചത്തേക്ക്
സസ്പെൻഷൻ ഉണ്ടായിരുന്നു ടാക്സി ഇതിന്. ബട്ട് സ്റ്റിൽ നമ്മൾ പറയേണ്ട ഒരു ആവശ്യമില്ല, കാരണം നമ്മളാണ് അവിടെ അൺസേഫ് ആയിട്ടിരിക്കുന്നത്. സോ അതായിരുന്നു വേറൊരു ഇൻസിഡൻറ്റ്. ഞാൻ ഏറ്റവും വലിയൊരു ഇൻസിഡൻ്റാണ്, ഞാൻ ലാപ്ടോപ്പ് മേടിക്കാൻ പോയായിരുന്നു ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ നിന്ന്. സോ അവർ ഒരു ലാപ്ടോപ്പ് അത്രയും ചീപ്പ് റേറ്റിന് ഓൺലൈനിൽ കൊടുത്തിരുന്നു മാർക്കറ്റ് പ്ലേസിൽ. അപ്പോൾ ഞാനത് മേടിക്കാൻ വേണ്ടി അവരുടെ സ്ഥലത്തേക്ക് പോയി. സോ അവരുടെ സ്ഥലം എന്ന് പറയുന്നത് മോൺട്രിയലിൽ ഇൻസൈഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്, ലൈക്ക് ഇൻ ദ ഡൗൺ ടൗൺ ഏരിയ. അപ്പോൾ കൂടുതലും വൈറ്റ്സ് ആയിരിക്കും അവിടെ. അപ്പോൾ ഞാൻ അവിടെ ചെന്നു, അവിടെ ഇവരുടെ വീട് തപ്പി നടന്നപ്പോൾ ഞാൻ ഇവരുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തെത്തി. അപ്പോൾ അവിടെ ഒരു വെള്ളക്കാരനും ഉണ്ടായിരുന്നു, ഒരു ഡോഗും ഉണ്ടായിരുന്നു. സോ ഡോഗിന് ലീഷില്ല, കയറില്ല. ഈ വെള്ളക്കാരനും ഈ ഡോഗ് അവിടെ ഇങ്ങനെ ഈ വഴിയിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുക, വേറെ ആരും ആ വഴിയില്ല, ഞാനും ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഇവരെ പാസ് ചെയ്തിട്ട് വേണം എനിക്ക് അങ്ങോട്ട് കടക്കാനും. സോ ഞാൻ ഈ ഡോഗിനെ കണ്ടപ്പോൾ എനിക്ക് പേടിയായി, ഈ ഡോഗ് എന്നെ തന്നെ നോക്കാൻ തുടങ്ങി. പിന്നെ ഇതിന് കയറുമില്ല. സോ ആ സിറ്റുവേഷൻ ആയപ്പോൾ ഞാൻ പേടിച്ചിട്ട് ഞാൻ പറഞ്ഞു അയാളോട്, ഐ ആം അഫ്രൈഡ് ഓഫ് ദ ഡോഗ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറയാം എന്നോട്, ഐ ആം അഫ്രൈഡ് ഓഫ് യു ദാൻ ദ ഡോഗ്. അതായിരുന്നു അടുത്ത ഇൻസിഡൻറ്റ്. അത് ഒരു കാര്യമില്ല, വെറുതെ വന്ന് നമ്മളോട് പറയും. കാരണം നിയമപരമായിട്ട് ഒരു പബ്ലിക് പ്ലേസിൽ ഡോഗിന് ലീഷില്ലാണ്ട് നിർത്താൻ പാടില്ല. സോ അത് കേസാണ്. ഇനി ആ ഡോഗ് നമ്മളെ കടിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിലും അതിൻ്റെ ലീഗൽ കോൺസിക്വൻസസ് മൊത്തം അവരെ ഏൽക്കണം. പക്ഷെ അത് നമ്മുടെ സേഫ്റ്റി അല്ലേ ഇവിടെ ഇതാവുന്നത്. അപ്പം ഞാനത് ചോദിച്ചത്, ഞാൻ പറഞ്ഞു ഐ ആം അഫ്രൈഡ് ഓഫ് ദ ഡോഗ് ബിക്കോസ് ഇറ്റ്സ് സ്റ്റെയറിങ് അറ്റ് മീ. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പട്ടീനെ കണ്ടിട്ട് ഞാൻ സേഫ് ആണെന്ന് പറയാൻ എനിക്ക് പറ്റില്ലല്ലോ. ഞാൻ അൺസേഫ് ആണെങ്കിൽ ഞാൻ അൺസേഫ് ആണെന്ന് പറയും. അപ്പോൾ അവർ പറഞ്ഞു, അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ തിരിച്ച് പറഞ്ഞു, ഐ ആം അഫ്രൈഡ് ഓഫ് യു ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാളും ഈ പട്ടീനും എനിക്ക് പേടിയാണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനത്തെ ഒരു സിറ്റുവേഷനായി. അപ്പോൾ അയാൾ തിരിച്ച് ചൂടായി. അപ്പോൾ ഞാൻ പറഞ്ഞു ഫക്ക് ഓഫ്. അപ്പോൾ ഇയാളും എന്നോട് ഫക്ക് ഓഫ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തേറി. പക്ഷേ ഇയാൾ വിചാരിച്ചില്ല ഞാൻ പ്രതികരിക്കുന്നത്. സോ ഇത് ഏകദേശം ഒരു വർഷം മുമ്പ് മറ്റു സംഭവിച്ചാണ്. പക്ഷേ സാധാരണ ഒരു ഇന്ത്യക്കാരനാണെങ്കിൽ അത് കേട്ടിട്ട് മിണ്ടാതെ പോവുകയും ചെയ്യും. പക്ഷേ ഞാൻ അങ്ങനെയല്ല. എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്നെ മോശമാക്കി പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ രാജ്യത്തെ പറ്റി മോശമാക്കി പറയുകയാണെങ്കിൽ ഞാൻ തിരിച്ച് പ്രതികരിക്കും. സോ അതാണ് എൻ്റെ മെൻറ്റാലിറ്റി അങ്ങനെയാണ്. സോ ഒരു കാര്യമില്ലാണ്ട് എന്നോട് ചൂടാവുന്നതിന് ഞാൻ തിരിച്ച് നല്ല ചൂടായി. അപ്പോൾ അയാളും പേടിച്ചു പോയി, ഞാനും പേടിച്ചു പോയി. അപ്പോൾ അവസാനം അയാൾ പറയാൻ തുടങ്ങി, നിങ്ങൾക്ക് എത്ര പേടിയാണെങ്കിൽ വേഗം നടന്നു പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എവിടെ നിൽക്കണം, ഞാൻ എന്ത് ചെയ്യണമെന്ന് താൻ പറയണ്ട, ഞാൻ ചെയ്തോളും, നിങ്ങൾക്ക് അത് പറയാനുള്ള ഒരു അധികാരമുള്ളൂ. സോ അപ്പോൾ അയാൾ പേടിച്ചു പോയി. പിന്നെയാണ് മനസ്സിലായത്, അയാൾ നിൽക്കുന്ന ആ ബിൽഡിങ്ങിൽ തന്നെയാണ് ഈ ലാപ്ടോപ്പ് കൊടുക്കുന്ന ആൾ ഉള്ളത്. സോ എനിക്ക് പിന്നെ ഇയാളുടെ ബിൽഡിങ്ങിലേക്ക് കയറേണ്ടി വന്നു, വീണ്ടും ഇയാളെ ഫേസ് ചെയ്യേണ്ടി വന്നു. പക്ഷേ ഇയാൾ അപ്പോൾ പേടിച്ചിട്ട് ഇയാളും ഞാനും ഇച്ചിരി ഒരു ഓക്വേർഡ് സിറ്റുവേഷനിലായിപ്പോയി പിന്നെയും കണ്ടപ്പോൾ. എന്നിട്ട് ഇവർ നേരെ കയറിപ്പോയി. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നത്തെ എന്നെ ദേഷ്യം പിടിപ്പിച്ച കാര്യം വേറെ എന്താ വെച്ചാൽ, ഞാൻ ഈ ബിൽഡിങ്ങിൽ നിന്ന് ഈ ലാപ്ടോപ്പ് മേടിക്കാൻ പോകുന്ന ആളോട് ഈ കാര്യം പറഞ്ഞപ്പോൾ അയാൾ ചിരിക്കുകയാണ് ചെയ്തു. ലൈക്ക് അതെന്തിനാ ചിരിക്കേണ്ട ആവശ്യം, അത് ചിരിക്കാനുള്ള എന്ത് സാഹചര്യമാണ് അതിലുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ലൈക്ക് ഞാൻ ആ പട്ടിനേക്കാളും പേടിപ്പിക്കുന്ന ആളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് അയാളെ ചിരിപ്പിക്കുന്നത്? സോ ആ മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് ഇതേപോലത്തെ ടോക്സിക് ആയിട്ടുള്ള മെൻറ്റാലിറ്റിയാണ്. പിന്നെ ഞാൻ അയാളുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. സോ അയാളുമായിട്ട് സംസാരിച്ചപ്പോൾ അയാൾ പറയുന്നത്, ഈ മോൺട്രിയലിൽ ഒരുപാട് ഇന്ത്യൻസ് ഉണ്ട്. അത് സോ കോൺസിക്വൻസ് എന്താണെന്ന് വെച്ചാൽ, കാനഡ എന്ന രാജ്യം അവരുടെ പൊളിറ്റിക്കൽ പാർട്ടി ഇവിടെ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ, അതിൽ ഓപ്പർച്യൂണിറ്റി മാത്രമാണ് ഇന്ത്യൻസ് കണ്ടെത്തിയത്. ഇന്ത്യൻസ് കണ്ടെത്തിയില്ലെങ്കിൽ വേറെ ആൾക്കാർ ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തും. സോ പക്ഷേ എന്തുകൊണ്ട് ഇന്ത്യൻസിനെ ഇത് ടാർഗറ്റ് ചെയ്യുന്നു? സോ ഇതിൽ ഒരു കാര്യമുള്ളൂ എന്തുകൊണ്ട് ഈ ടാർഗറ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ അവരെക്കാൾ നിന്നിട്ട് ജോലി ചെയ്യും, ഹാർഡ് വർക്കിംഗ് ആണ്, നമ്മൾ കുറേ കൂടി വിഷണറിയാണ്, അംബീഷ്യസ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരെക്കാളും ബെറ്ററാണ്. സോ അതുകൊണ്ടാണ് അവർ നമ്മൾ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മളെക്കാൾ കൂടുതൽ ഇവിടെ ഫിലിപ്പൈൻസുകാർ വരുന്നുണ്ട്, ബട്ട് അവർക്ക് ഇതൊരു ടാർഗറ്റ് വരുന്നില്ലല്ലോ. ഇറ്റ്സ് ഓൺലി ടു ഇന്ത്യൻസ് റൈറ്റ്. സോ അതുകൊണ്ടാണ് ഇവിടെ ഒരു ഈ പ്രശ്നം വരുന്നത്. അതായിരുന്നു ആ ഇൻസിഡൻറ്റ്. പക്ഷേ ഞാൻ എന്നിട്ട് ഇവരെ പറ്റി മോശം റിവ്യൂ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ കൊടുത്തു.
അപ്പോൾ ഇവരെനിക്ക് വാറണ്ടി കാർഡ് വീട്ടിലെത്തിയിട്ട് അയക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ മോശം റിവ്യൂ കൊടുത്തപ്പോൾ അവരെന്നോട് മെയിൽ ചെയ്തിട്ട് പറയുക ആ മോശം റിവ്യൂ മാറ്റാൻ. കാരണം ഇവരെ എന്നെ ഓൾമോസ്റ്റ് 1 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്ത് നിർത്തിച്ചു. എന്നിട്ട് പിന്നെ തിരിച്ച് വിളിപ്പിച്ചു. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ തുടങ്ങി. സോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അങ്ങനത്തെ ഒരു റിവ്യൂ കൊടുത്തു, ഇത് മോശമാണ്. ലൈക്ക് ലാപ്ടോപ്പൊക്കെ അടിപൊളിയായിരുന്നു, ലാപ്ടോപ്പൊക്കെ നല്ലൊരു ഡീലായിരുന്നു, ഏകദേശം ഫ്രണ്ട്ലി ആയിരുന്നു. പക്ഷേ അവരുടെ ആറ്റിറ്റ്യൂഡ് ശരിയല്ലായിരുന്നു, ലൈക്ക് ടു ദി ഇന്ത്യൻസ്. സോ അതുകൊണ്ടായിരുന്നു ഞാൻ അങ്ങനെ ഒരു മോശം റിവ്യൂ കൊടുത്തത്. ലൈക്ക് ദേ വർ നോട്ട് കമ്മ്യൂണിക്കേറ്റീവ് ബിക്കോസ് ഐ വെയിറ്റഡ് ദേ ഫോർ 1 hour. ഈ ഇല്ലീഗൽ ഇമിഗ്രൻസ് വരുന്നത് എപ്പോഴും ഒരു രാജ്യത്തിന് മോശമായിട്ടുള്ള കാര്യമാണ്. ലീഗലി വരുന്ന ആൾക്കാരോട് എന്തുകൊണ്ട് ഇവർ മോശമായിട്ട് പെരുമാറുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അത് തെറ്റായ കാര്യമാണ്. സോ എന്നോട് റിവ്യൂ മാറ്റാൻ പറഞ്ഞു. ഞാനത് റിവ്യൂ മാറ്റില്ല പറഞ്ഞു. എന്നിട്ട് അയാൾ എനിക്ക് ആ വാറണ്ടി കാർഡ് അയച്ചു തരാൻ നിന്നില്ല. സോ അതായിരുന്നു എനിക്കുണ്ടായ ഏറ്റവും വലിയ എക്സ്പീരിയൻസ്. സോ അതേപോലെ തന്നെ പല സിറ്റുവേഷൻസിൽ ചിലവരൊക്കെ ഈ പ്രായമായ ആൾക്കാരാണ് എപ്പോഴും ഏറ്റവും കൂടുതൽ ഇത് കാണിക്കുന്നത്. സോ അവരുടെ ഭാവം മാറുന്നു. അപ്പോൾ ഞാനും അതേപോലത്തെ മുഖഭാവം കാണിക്കും. സോ അപ്പോൾ അവരാണ് ചമ്മുന്നത്. സോ ഇതേപോലെ അങ്ങനെ കുറേ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സ്റ്റാൻഡ് അതേപോലെ നിർത്തിയാണ്. നമ്മൾ എന്തിനാണ് ബാക്കിയുള്ളവർ പറയുന്ന പോലെ ജീവിക്കേണ്ട ആവശ്യം. സോ അതായിരുന്നു എൻ്റെ ഇവിടുത്തെ ഉള്ള എക്സ്പീരിയൻസ്. പക്ഷേ ഇവിടെ ഒരുപാട് നല്ല ആൾക്കാരുണ്ട്. ലൈക്ക് സോ എൻ്റെ കൊളീഗ്സ് ഉണ്ട്, അവർ നല്ല ആൾക്കാരോട് എന്നോട് നല്ല രീതി പോലെയാണ് പെരുമാറുന്നത്. എൻ്റെ പ്രൊഫസർ എന്നോട് നല്ല രീതിയിലാണ് പെരുമാറുന്നത്. എന്നോട് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജോക്കൊക്കെ ചെയ്യും. ബട്ട് ഓൾവേസ് ഞങ്ങളെപ്പോഴും ഫ്രണ്ട്ലി ആയിരിക്കും. ഒരു സാധാരണ പ്രൊഫസർ സ്റ്റുഡൻറ്റ് റിലേഷൻഷിപ്പ് ഇന്ത്യയിൽ കാണുന്ന പോലെയല്ല ഞങ്ങളിവിടെ. സോ മൊത്തത്തിൽ എല്ലാം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരുപാട് നല്ല ആൾക്കാരുണ്ട്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, പിന്നെ എനിക്ക് എപ്പോഴും പറയാനുണ്ടായിരുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഈവൻ ഞാൻ ഇന്ത്യയിലായിരുന്നപ്പോൾ പോലും ഈ വേസ്റ്റൊന്നും ഞാൻ ഡസ്റ്റ്ബിനിൽ അല്ലാണ്ട് വെറുതെ അവിടെ ഇവിടെയും വലിച്ചെറിയൂല. സോ അതൊക്കെ ബേസിക് സിവിക് സെൻസ് ആണ്. സോ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സൂരജ് എന്ന് പറഞ്ഞൊരു പയ്യൻ. ഞങ്ങൾ 3ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുമ്പോൾ ഞാൻ എൻ്റെ മിഠായി കവർ നിലത്തിട്ടു റോട്ടിൽ. സോ അത് എന്തോ ഒരു കൂളായിട്ടുള്ള കാര്യമാണെന്നാണ് ഞാൻ അന്ന് വിചാരിച്ചത്. സോ പക്ഷേ ഇവരെന്നോട് എടുക്കാൻ പറഞ്ഞു. ഈ 3ാം ക്ലാസ് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇവൻ എന്നോട് ഈ മിഠായി കവർ നിലത്തിടുന്ന് എടുക്കാൻ പറഞ്ഞു. പക്ഷേ ഞാനത് എടുത്തില്ല. എന്നിട്ട് അവൻ എന്ത് ചെയ്തു, അവനത് എടുത്തിട്ട് അവൻ്റെ പോക്കറ്റിൽ വെച്ചു. സോ എനിക്ക് അന്ന് ഇതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലായില്ല. ഇവൻ ചെയ്തത് എങ്ങനെയാണ്, എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊന്നും മനസ്സിലായില്ല. ഞാൻ ഈ മിഠായി കവർ നിലത്ത് വെറുതെ ഇടുന്നതാണ് ഏറ്റവും സിമ്പിൾ, ഏറ്റവും കൂളായിട്ടുള്ള കാര്യം എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ പിന്നീട് ഒരു 8th 9th ഒക്കെ ആയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഭയങ്കര വലിയ തെറ്റായ കാര്യമാണെന്ന്. സോ അവിടെ നിന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇത് തെറ്റായ കാര്യം. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എവിടെ നിന്ന് വേസ്റ്റ് വെറുതെ നിലത്ത് വലിച്ചെറിയില്ല. ഞാൻ എൻ്റെ പോക്കറ്റിൽ തന്നെ വെക്കുക ചെയ്യുന്നു, ബാഗിൽ വെക്കുക ചെയ്യുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട്. പക്ഷേ പലരും വേസ്റ്റ് അങ്ങോട്ട് ഇടുക, ഈ കായലിലൊക്കെ ഇടുക, ഇത് എന്ത് മോശം കാര്യമാണ്. സോ അതേപോലെ കുറേ കാര്യങ്ങൾ നമുക്ക് മാറ്റാറുണ്ട്. പക്ഷേ മൊത്തത്തിൽ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതിനൊരു ഡൗട്ടും ഇല്ല, നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. സോ ആകെ മാറേണ്ടത് നമ്മുടെ മെൻറ്റാലിറ്റി മാത്രമാണ്. സോ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.